ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മൊബൈലിലെ നെറ്റ് എല്ലാം വളരെ പെട്ടെന്നെല്ലാം തീർന്നു പോകുന്നുണ്ടോ? നിങ്ങൾ അധികം ഡാറ്റയൊന്നും ഇല്ലാത്തൊരു പ്ലാൻ എല്ലാമാണോ യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു കാര്യമെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഡാറ്റയെല്ലാം സേവ് ചെയ്യാൻ സാധിക്കും. ഇതിനായി ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഐ ബട്ടൺ വന്നിരിക്കുന്നത് കാണാം. മുകളിൽ സൈഡിലായി വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ഇതിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ പോസ് ആപ്പ് ആക്ടിവിറ്റി ഈഫ് അൺയൂസ്ഡ് എന്ന് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ ഒരു യൂട്യൂബിൻ്റെ ആക്ടിവിറ്റി എല്ലാം തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓൺ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ബാക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു മുകളിൽ വന്നിരിക്കുന്ന സെറ്റിംഗ് ഓപ്ഷനിൽ പോവുക. ഇനി നമ്മൾ പോകേണ്ടത് ജനറൽ എന്ന ഓപ്ഷനിലാണ്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി സെറ്റ് ചെയ്യേണ്ട കാര്യം ഇവിടെ ഈ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് ഓൾവേസ് ഓൺ എന്നാണ് കിടക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്ത് വയ്ക്കുക. ഇത് നമ്മൾ കാണാം, നമ്മുടെ വീഡിയോ എല്ലാം യൂട്യൂബിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വീഡിയോ എല്ലാം തന്നെ നമ്മൾ വെറുതെ സ്വൈപ്പ് ചെയ്യുമ്പോഴേക്കും അത് പ്ലേ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഇത് പ്ലേ ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഡാറ്റ എല്ലാം പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡാറ്റ എല്ലാം തന്നെ സേവ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ബാക്ക് ചെയ്തതിന് ശേഷം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ താഴേക്ക് വരുമ്പോൾ വീഡിയോ ആൻഡ് ഓഡിയോ പ്രിഫറൻസ് എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ക്വാളിറ്റി എന്നതിൽ പോയതിന് ശേഷം ഇവിടെ നമുക്ക് ഓട്ടോ റെക്കമെൻഡഡ് എന്നാണ് സാധാരണ നമ്മളെല്ലാം യൂസ് ചെയ്യാറ്. അത്യാവശ്യം ഡാറ്റയെല്ലാം ഉള്ളവർ ഇതിൽ യൂസ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് ഡാറ്റയെല്ലാം കുറവാണ്, ആ ഒരു കാര്യമെല്ലാം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റയെല്ലാം വളരെയധികം കുറഞ്ഞ പ്ലാൻ എല്ലാം ഉള്ളവർ ഈ ഒരു ഡാറ്റ സേവർ അല്ലെങ്കിൽ ലോവർ പിക്ചർ ക്വാളിറ്റി എന്നതിലേക്ക് മാറ്റുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കുറേ അധികം ലോവർ പിക്ചർ ക്വാളിറ്റിയിലാണ് പ്ലേ ആകുന്നതെങ്കിലും കൂടുതൽ നേരമെല്ലാം തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കാണാനെല്ലാം സാധിക്കും. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അതിനുശേഷം ബാക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇവിടെ മറ്റൊരു ഓപ്ഷൻ വരുന്നത് ഡാറ്റ സേവിങ് എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഡാറ്റ സേവിങ് മോഡ് എന്ന ഈ ഒരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ കാര്യവും ഇതുപോലെ ഓണായി വന്നിരിക്കുന്നത് കാണാം. ഇത്തരത്തിൽ ഈ ഒരു കാര്യമെല്ലാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഡാറ്റയെല്ലാം തന്നെ നല്ല രീതിയിൽ സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.